Hi all, welcome back to another session of hydraulics. നമ്മൾ 3 മൊഡ്യൂൾ ഹൈഡ്രോളിക്സിൽ കവർ ചെയ്തു. ഇന്ന് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഹൈഡ്രോളിക്സിന്റെ ബേസിക്സ് കണ്ടു, അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അതുപോലെ പ്രഷർ മെഷറിംഗ് ഡിവൈസസ് കണ്ടു. ആ ഒരു മൊഡ്യൂളിന്റെ അവസാന പാർട്ട് തൊട്ട് ലാസ്റ്റ് തേർഡ് മൊഡ്യൂൾ വരെ നമ്മൾ പല ടൈപ്പ് ഓഫ് ഫ്ലോസിൽ എങ്ങനെയാണ് ഫ്ലോ മെഷർമെന്റ് ചെയ്യുക, അതിന് ഉപയോഗിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ പൈപ്പ് ഫ്ലോയ്ക്ക് നമ്മൾ വെഞ്ചുറിമീറ്ററും ഒറിഫൈസ് ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടു. സെക്കൻഡ് മൊഡ്യൂളിൽ അതൊരു ടാങ്കോ ഓവർഹെഡ് ടാങ്കോ അതുപോലെ വെസൽസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒറിഫൈസസും മൗത്ത് പീസസും ഉപയോഗിക്കുന്നു കണ്ടു. തേർഡ് മൊഡ്യൂളിൽ അതൊരു ഓപ്പൺ ചാനൽ ആണെങ്കിൽ നമ്മൾ നോച്ചസും പിയേഴ്സും ഉപയോഗിക്കുന്നു കണ്ടു അല്ലെ. ഇത് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർത്ത് മൊഡ്യൂളിൽ ഇന്നത്തെ ക്ലാസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രിക്ഷൻ ലോസ് ഇൻ പൈപ്പ് ഫ്ലോ. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ഓൺ ദിസ് ടോപ്പിക്. ബിഫോർ ദാറ്റ് നമുക്ക് മൊഡ്യൂൾ 4 എന്താ പഠിക്കാനുള്ളത് നോക്കാം. സോ മൊഡ്യൂൾ 4 കണ്ടന്റ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റ് സൈഡിൽ ഒരു പൈപ്പ് കാണുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു കനാലും കാണുന്നുണ്ട് അല്ലെ. സോ പൈപ്പിന്റെ ഫ്ലോ, പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്ന ഫ്ലോയിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ഒരു ചാനൽ, ഇതൊരു ഓപ്പൺ ചാനൽ, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. സോ ഓപ്പൺ ചാനൽ ഫ്ലോ, പൈപ്പ് ഫ്ലോ, ഓപ്പൺ ചാനൽ ഫ്ലോ, ഇതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിന്റെ കണ്ടന്റ്. സോ ഫ്ലോ ത്രൂ പൈപ്സ്, ഫ്ലോ ത്രൂ ഓപ്പൺ ചാനൽസ്. സോ അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫ്ലോ ത്രൂ പൈപ്സ്. ഫ്ലോ ത്രൂ പൈപ്സിന് നമുക്ക് ഹൈഡ്രോളിക്സ് സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ് വിച്ച് വി വിൽ ബി സ്റ്റാർട്ടിങ് ടുഡേ. അത് കഴിഞ്ഞിട്ട് എനർജി ലൈൻസ് ഉണ്ട്, ടോട്ടൽ എനർജി ലൈൻ, അതുപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. സോ അതെങ്ങനെയാണ് സ്കെച്ച് ചെയ്യാന്ന് നമ്മൾ പഠിക്കും. പിന്നെ ഡിസ്ചാർജ് ത്രൂ പൈപ്സ്. ഡിസ്ചാർജ് ത്രൂ പൈപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പൈപ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഡിസ്ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ ഒരു സൈഫൺ പൈപ്പിന്റെ ഡിസ്ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഫ്ലോ ത്രൂ പൈപ്സിലെ ലാസ്റ്റ് പോർഷൻ വാട്ടർ ഹാമർ എഫക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്ലോ ത്രൂ പൈപ്സിൽ ഡിസ്കസ് ചെയ്യും. അതിന് ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ലോസ് ഇൻ പൈപ്പ് ഫ്ലോ എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നീളത്തിലൊരു പൈപ്പ് കാണാം അല്ലെ. സോ പൈപ്പ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെള്ളം, അതാണ് പൈപ്പ് ഫ്ലോ. സോ കൺസിഡർ ടു സെക്ഷൻസ്, സേ സെക്ഷൻ 1-1 ആൻഡ് സെക്ഷൻ 2-2 ഇൻ ദിസ് പൈപ്പ്. സോ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 സേ വെള്ളം ഒഴുകുന്നു എന്ന് വിചാരിക്കുക. സോ രണ്ട് സെക്ഷൻ എടുത്തു, ആ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 വെള്ളം ഒഴുകുന്നു. ഇനി നമ്മൾ ഇവിടുത്തെ ഹെഡ് കാൽക്കുലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്, ടോട്ടൽ ഹെഡ്. ഇത് നമ്മൾ പഠിച്ചത് എവിടെയാന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടിൽ ബെർണൌളിസ് തിയറം പഠിക്കുന്നതിന് മുമ്പ് എനർജി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു പോർഷൻ പഠിച്ചിരുന്നു. ആ എനർജീന്റെ സമയത്ത് ടോട്ടൽ എനർജി പഠിച്ചു, അതുപോലെ ടോട്ടൽ ഹെഡും പഠിച്ചു. ആ ടോട്ടൽ എനർജിയും ഹെഡും ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം, ആ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ ഇത് നമ്മളൊന്ന് കാർട്ടൂൺ ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 1 ഈ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്നത് അവിടുത്തെ ടോട്ടൽ ഹെഡാണ്. സോ വെള്ളം പോയിന്റ് 1 അതായത് സെക്ഷൻ 1 ഇരിക്കുമ്പോൾ ടോട്ടൽ ഹെഡാണ് ആ കുട്ടിയുടെ കയ്യിലുള്ളത്. ടോട്ടൽ ഹെഡിന്റെ ഇക്വേഷൻ എന്താ ഓർക്കുന്നുണ്ടോ? P1/ρg പ്ലസ് V1² / 2g പ്ലസ് Z1. ഇതിൽ ഓരോന്നും എന്താന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. P1/ρg എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 1. V1² / 2g എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 1. Z1 എന്ന് പറഞ്ഞാൽ ഡേറ്റം ഹെഡ് അറ്റ് സെക്ഷൻ 1. സോ ഇത് ഓരോന്നും എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, കാരണം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇതേ ഒരു സാധനമാണ് അല്ലേ. സോ ഇതിലെ ടേംസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ സെക്ഷൻ 1 ടോട്ടൽ ഹെഡ് ഇതാണ്. സോ വെള്ളം സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 ഒഴുകുന്നു അല്ലെ, അതാണ് ഈ ഫ്ലോ ഡയറക്ഷൻ കാണിക്കുന്നത്. സോ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 വെള്ളം ഒഴുകുന്നു. സോ വെള്ളം ഒഴുകി 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 എവിടെ എത്തുന്നു? സെക്ഷൻ 2 എത്തുന്നു. സെക്ഷൻ 2 എത്തുമ്പോൾ ടോട്ടൽ ഹെഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? H2 എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു P2/ρg പ്ലസ് V2² / 2g പ്ലസ് Z2. So H1 is the total head at section 1. H2 is the total head at section 2. Now go back to Bernoulli's theorem. നമ്മൾ ഒരുപാട് തവണ ഉപയോഗിച്ച ബെർണൌളിസ് തിയറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു ബെർണൌളിസ് തിയറം? ബെർണൌളിസ് തിയറം അനുസരിച്ച് ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈപ്പ് എടുത്താൽ ആ പൈപ്പിലെ രണ്ട് പെർട്ടിക്കുലർ സെക്ഷൻസ് കൺസിഡർ ചെയ്താൽ ആ സെക്ഷൻസിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ ദ ടോട്ടൽ ഹെഡ് വിൽ ബി കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ടോട്ടൽ എനർജി വിൽ ബി കോൺസ്റ്റന്റ്. ബെർണൌളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു എനർജി ഇക്വേഷൻ ആണ്. അത് പറയുന്നത്
വെൻ വാട്ടർ ഫ്ലോസ് ഫ്രം വൺ സെക്ഷൻ ടു അനദർ, ആ രണ്ട് സെക്ഷനിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ നിങ്ങൾ എടുത്തു, ആ ഏത് സെക്ഷൻ എടുത്താലും ആ സെക്ഷനിലെ ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. സോ ബെർണൗളിസ് തിയറം അനുസരിച്ച് ഇവിടെ എന്താണ്, H1 ഷുഡ് ബി ഈക്വൽ ടു H2. പക്ഷേ അത് സത്യമല്ല. H1 ഈസ് നോട്ട് ഈക്വൽ ടു H2, സോറി, H1 ഈസ് നോട്ട് ഈക്വൽ ടു H2 ഫോർ സം കേസസ്. സം കേസസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓൾവേസ് H1 വിൽ നോട്ട് ബി ഈക്വൽ ടു H2. അതായത് ടോട്ടൽ ഹെഡ് എപ്പോഴും സെയിം ആയിരിക്കില്ല അലോങ് ദ സെക്ഷൻസ്. കാരണം നിങ്ങൾ ബെർണൗളിസ് തിയറത്തിലോട്ട് തിരിച്ചു പോവാ. ബെർണൗളിസ് തിയറം ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് അസംഷൻസ് ഒരു ഫ്ലോ ചാർട്ട് പോലെ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. 5-6 പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അസംഷൻസ് എന്താന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഈ ഇക്വേഷൻ ശരിയാവുള്ളൂ എന്നാണ് അസംഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അന്നത്തെ അസംഷനിൽ ഒന്നായിരുന്നു ദ ഫ്ലോ ഈസ് നോൺ വിസ്കസ്. നോൺ വിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഇല്ല, ഒരു ഫ്രിക്ഷനും ഇല്ല, ഫ്രീ ആയിട്ട് അതിന് ഒഴുകാൻ പറ്റും എന്ന് പറഞ്ഞൊരു അസംഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഫ്ലോ യൂണിഫോം ആയിരിക്കും, ഓരോ സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനിലോട്ട് പോകുമ്പോൾ ഫ്ലോ യൂണിഫോം ആവും. അങ്ങനെ പറഞ്ഞ് ഒരു 5-6 പോയിന്റ്സ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതൊരു ഐഡിയൽ ഫ്ലോ ആണ്. ഐഡിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലോ. പക്ഷേ നമ്മളൊരു ആക്ച്വൽ കേസിൽ, റിയൽ കേസിലോട്ട് വരുമ്പോൾ അതല്ല കേസ്. റിയൽ കേസിൽ എല്ലാ ലിക്വിഡ്സും എന്താണ്, വിസ്കസ് ആണ് അല്ലെ. അതിനൊക്കെ ഫ്ലോ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ തന്നെ ബെർണൗളിസ് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സോ ഫോർ എ റിയൽ ഫ്ലോ, വെൻ വാട്ടർ ഫ്ലോസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, ദർ ഇസ് ഹെഡ് ലോസ് ടേക്കിംഗ് പ്ലേസ്. അതായത് H1 ഈസ് നോട്ട് ഈക്വൽ ടു H2. ഈ ഇമേജ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് H1. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇച്ചിരി ഹെഡ് കുറഞ്ഞ് H2 ആയിട്ടുണ്ട് അല്ലെ. സോ H1 H2 ആയിട്ട് കുറയും ഇഫ് ഫ്ലോ ഈസ് ടേക്കിംഗ് പ്ലേസ് സെക്ഷൻ 1 ടു സെക്ഷൻ 2. സോ 1-ൽ നിന്ന് 2-ലോട്ട് വെള്ളം ഒഴുകുമ്പോൾ ദർ ഈസ് സം ഹെഡ് ലോസ് ഓർ എനർജി ലോസ് ടേക്കിംഗ് പ്ലേസ്. സോ ഫ്ലൂയിഡ് ലോസസ് ഇറ്റ്സ് ഹെഡ് ഓർ എനർജി ഡ്യൂറിംഗ് ഫ്ലോ. സോ യു ക്യാൻ സേ H1 ഈസ് നോട്ട് ഈക്വൽ ടു H2 ഫോർ റിയൽ ഫ്ലൂയിഡ് കേസസ്. സോ ടോട്ടൽ ഹെഡ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് ശരിക്കും? ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? H1 ഈസ് ഈക്വൽ ടു H2 പ്ലസ് ലോസസ് അല്ലെ. സോ ചെറിയ ഹെഡ് വരുന്ന ഭാഗത്ത് ലോസസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ സെക്ഷനിലെ ഹെഡ് കിട്ടും അല്ലെ. വാട്ട് എവർ ഈസ് ലോസ്റ്റ് വി ആർ ആഡിങ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. സോ H1 ഈസ് ഈക്വൽ ടു H2 പ്ലസ് ലോസസ്. ആ ലോസസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ടൈപ്പ് ലോസസ് ആണെന്നുള്ളത്. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു ബെർണൗളിസ് തിയറം, പഴയ ബെർണൗളിസ് തിയറം നമുക്ക് റിയൽ ഫ്ലോയിൽ എടുക്കാൻ പറ്റില്ല. സോ ദർ ഈസ് എ ബെർണൗളിസ് തിയറം മോഡിഫിക്കേഷൻ ഫോർ റിയൽ ഫ്ലോ. എങ്ങനെ എഴുതും? പ്ലസ് ലോസസ് ലോവർ ലെവൽ, ലോവർ ഹെഡ് ഉള്ള സ്ഥലത്ത് ആഡ് ചെയ്താൽ മതി അല്ലേ. സോ P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് Z2 പ്ലസ് ലോസസ്. ആ ലോസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ലോസസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ വെൻ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്, fluid experience some resistance due to which some of the energy അല്ലെങ്കിൽ head of the fluid is lost. So which are those losses? So energy losses in പൈപ്പിനെ നമ്മൾ മേജർ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യും. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് മേജർ പൈപ്പ് ലോസ്, സെക്കൻഡ് വൺ ഈസ് മൈനർ പൈപ്പ് ലോസ്. സോ എനർജി ലോസ്, മേജർ എനർജി ലോസും മൈനർ എനർജി ലോസസും ആണ്. മേജർ എനർജി ലോസ് is due to friction and minor energy losses are due to sudden expansion of pipe, sudden contraction of pipe, pipe bends, pipe fittings and obstructions in pipe. സോ എങ്ങനെയൊക്കെയാണ് പൈപ്പിന്റെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് വെള്ളം ഒഴുകുമ്പോൾ എനർജി ലോസ് ചെയ്യുന്നതെന്നാണ് ഈ ഫ്ലോ ചാർട്ട് പറയുന്നത്. സോ മേജർ ആയിട്ട് എനർജി ലോസ് നടക്കുന്നത് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സർഫസിൽ കൂടെ നടക്കുകയാണെന്ന് വിചാരിക്കാം. ആ സർഫസിൽ കൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് നമ്മൾ ചെരുപ്പിട്ടാ നടക്കുന്നെങ്കിൽ ചെരുപ്പും ഫ്ലോറും അല്ലെ. സോ ആ ചെരുപ്പും ഫ്ലോറും തമ്മിലുള്ള സർഫസ് നമ്മുടെ മോഷൻ, നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മൾ പുറകോട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് സർഫസ് ഓഫർ ചെയ്യുന്നു, അതിനാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക്സിലോട്ട് തിരിച്ചു വരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെള്ളം പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്നു. വെള്ളം പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന സമയത്ത് ഈ വെള്ളവും പൈപ്പും തമ്മിലൊരു കോണ്ടാക്ട് സർഫസ് ഉണ്ട് അല്ലേ. ആ സർഫസ് അപ്പോൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ്, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്
പുറകോട്ട് ഓഫർ ചെയ്യും. സോ പൈപ്പ് ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടാവും. സോ ദ മേജർ എനർജി ലോസ് ഇൻ പൈപ്സ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അടുത്തത് മൈനർ എനർജി ലോസ്. സോ ഇതിന് പല റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഒക്കെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ പേര് മാത്രം ഓർത്തിരിക്കുക. സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, പൈപ്പ് ബെൻസ്, പൈപ്പ് ഫിറ്റിംഗ്സ്, ഒബ്സ്ട്രക്ഷൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മേജർ എനർജി ലോസ് വെച്ചാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് ഇക്വേഷൻസ് വെച്ചാണ്. സോ ഒന്നാമത്തെ ഇക്വേഷൻ ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല, രണ്ടാമത്തെ ഇക്വേഷൻ ചെസീസ് ഫോർമുല. അപ്പൊ നമ്മൾ ഇതുവരെ എഴുതിക്കൊണ്ട് വന്ന നമ്മുടെ ഫോർമുല സെറ്റിലോട്ട് പുതിയ രണ്ട് ഫോർമുലയും കൂടെ ആയി. ദ ഫസ്റ്റ് വൺ ഈസ് ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല, സെക്കൻഡ് വൺ ഈസ് ചെസി ഫോർമുല. ബോത്ത് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് how much energy is lost due to friction in a pipe flow. So pipe flow il friction loss vadi എത്രത്തോളം friction വഴി എത്രത്തോളം head loss സംഭവിക്കുന്നു എന്ന് നമുക്ക് ഈ രണ്ട് equations വഴി കണ്ടുപിടിക്കാം. So today we will be discussing the derivation of these two equations. Darcy-Weisbach ഫോർമുലന്റെയും അതുപോലെ ചെസീസ് ഫോർമുലന്റെയും ഡെറിവേഷൻ ആണ് നമ്മൾ കാണുക. ആ ഡെറിവേഷൻ കഴിഞ്ഞ് ഇക്വേഷൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ഹെഡ് ലോസ് പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ അല്ലെ നമ്മുടെ ആദ്യത്തെ ഫോർമുല, ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല. സോ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പൈപ്പ് കൺസിഡർ ചെയ്യാം അല്ലെ. സോ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ എല്ലാ പോയിന്റും സെയിം ലെവലിലായിരിക്കണം. അടുത്തത് സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. സ്റ്റഡി ഫ്ലോയുടെ ഡെഫിനേഷൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റിൽ ഏത് സമയത്തെടുത്താലും അവിടുത്തെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, അതായത് വെലോസിറ്റി, ഡെൻസിറ്റി, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം അനുസരിച്ച്, ടൈം മാറുന്നതിനനുസരിച്ച് ആ ഫ്ലൂയിഡ് ഫ്ലോയിന്റെ പ്രോപ്പർട്ടീസ് മാറുന്നില്ല. അതാണ് സ്റ്റഡി ഫ്ലോ. സോ നമ്മുടെ ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ പൈപ്പ് ഈസ് എ യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പ്. യൂണിഫോം പൈപ്പ് എന്ന് വെച്ചാൽ ഏരിയ വിൽ ബി കോൺസ്റ്റന്റ്. ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് വെച്ചാൽ എല്ലാ പോയിന്റ്സും ഡാറ്റ ചെയ്ത് സെയിം ലെവലിലായിരിക്കും. ഓക്കെ, സാധാരണ എന്താ ചെയ്യാറ്, കൺസിഡർ ടു ഡിഫറെന്റ് സെക്ഷൻസ് അല്ലെ. കൺസിഡർ സെക്ഷൻ 1-1, കൺസിഡർ സെക്ഷൻ 2-2. ഓക്കെ, സോ സെക്ഷൻ 1-1ഉം സെക്ഷൻ 2-2 എടുത്തു. അപ്പൊ സെക്ഷൻ 1ൽ നിന്ന് സെക്ഷൻ 2ലോട്ട് വെള്ളം ഒഴുകുന്നു. ആ ഫ്ലോ പാത്ത് L ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മുടെ പൈപ്പിന്റെ ഡയമീറ്റർ D ആണ്. സെക്ഷൻ 1ൽ നിന്ന് സെക്ഷൻ 2ലോട്ട് വെള്ളം ഒഴുകുന്നു. ആ ഒഴുകുന്ന സമയത്ത് ആ ഒഴുകുന്ന ലെങ്ത് L ആണ്. ദാറ്റ് ഈസ് യുവർ ഫ്ലോ ലെങ്ത് ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2, ദാറ്റ് ഈസ് L. ഓക്കെ, നമ്മുടെ ഇനി എല്ലാ ഡിസ്കഷനും വരുന്നത് ഈ ഒരു പോർഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു മഞ്ഞ ചെറിയ റെക്ടാങ്കിൾ കാണുന്നുണ്ട്. ആ ഒരു പോർഷനിലെ വാട്ടർ ഫ്ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ഓൾ ഫ്ലൂയിഡ്സ് എക്സ്പീരിയൻസ് പ്രഷർ അല്ലെ. വെള്ളത്തിൽ ഹൈഡ്രോസ്റ്റാറ്റിക്, ഹൈഡ്രോ പ്രഷർ ഉണ്ടാവും, വെള്ളത്തിൽ പ്രഷർ ഉണ്ടാവും. So at section 1, the pressure acting is P1, and at section 2, pressure acting will be P2. So നമ്മൾ പഠിച്ചിട്ടുണ്ട്, pressure will be always normal and towards the section അല്ലെ. സോ സെക്ഷൻ 1-1 P1 ആണ്, സെക്ഷൻ 2 P2ലാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇത് ഒരു സിംഗിൾ ആരോ മാർക്കായിട്ട് കാണാം. സിംഗിൾ ആരോ മാർക്കായിട്ട് കാണുന്നത് അതൊരു പ്രഷർ ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഞാനിവിടെ കുറെ ആരോ മാർക്ക് കാണിച്ചതിന്റെ അർത്ഥം അതൊരു പ്രഷർ ഇന്റൻസിറ്റി ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും അല്ലെ. ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രഷർ. അതുകൊണ്ടാണ് കുറെ ആരോ മാർക്ക് കാണുന്നത്. അപ്പൊ ഈ എൻറ്റയർ ഏരിയയിൽ പ്രഷർ 2 ആക്ട് ചെയ്യുന്നു. P2 പ്രഷർ ഇന്റൻസിറ്റി അറ്റ് 2, P1 പ്രഷർ ഇന്റൻസിറ്റി അറ്റ് 1. ഓക്കെ, സോ സെക്ഷൻ 1 എടുത്തു, സെക്ഷൻ 2 എടുത്തു. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടു അല്ലെ. ഏതൊക്കെയാ? P1 എന്ന് പറഞ്ഞാൽ പ്രഷർ ഇന്റൻസിറ്റി അറ്റ് സെക്ഷൻ 1, V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1. വെള്ളം ഒഴുകി വരുന്ന സമയത്ത് സെക്ഷൻ 1ലുള്ള വെലോസിറ്റി ആണ് V1 എന്ന് പറയുന്നത്. ഇനി P2 എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഇന്റൻസിറ്റി അറ്റ് സെക്ഷൻ 2, V2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2, L ഈസ് ദ ലെങ്ത് ഓഫ് ഫ്ലോ, അതായത് 1-1 തൊട്ട് 2-2 വരെ എത്ര നീളത്തിലാണ് വെള്ളം ഒഴുകുന്നത്, ദാറ്റ് ഈസ് L. നൗ D ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. സോ ഇത്രയും ബേസിക് കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു ഐഡിയൽ കേസ് അല്ല. അപ്പൊ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ലിക്വിഡും ആ ഒരു പൈപ്പിന്റെ സർഫസും തമ്മിൽ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ. സോ ദർ വിൽ ബി ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഡെവലപ്പിംഗ് opposite to the direction of flow.
നമുക്ക് നോക്കാം. ഈ പൈപ്പ് ഉണ്ട്, പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നു. വെള്ളം ഒഴുകുന്ന സമയത്ത് ഈ പൈപ്പ് സർഫസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണ് വെള്ളം ഉള്ളത്. സോ ഇങ്ങനെയാണ് വെള്ളം ഒഴുകുന്നത്. സോ ആ ഒഴുക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ, to resist the flow of pipe, there will be an opposite frictional force offered by the pipe surface. So pipe surface ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷൻ കൊടുക്കുന്നു അല്ലെ, ആ ഒരു സർഫസിൽ. ദാറ്റ് ഈസ് F1. So F1 is the frictional resistance force against the flow of the liquid. So ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് F1 ഉണ്ട്. ആ F1 തന്നെ നമ്മൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. ഇനി ഇവിടെ നമ്മൾ പുതിയൊരു ടേം ഉപയോഗിക്കും, ദാറ്റ് ഈസ് F'. F' ഈസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ ഏരിയ ഓഫ് ഫ്ലോ സെക്ഷൻ എന്നൊക്കെയല്ലേ പറയാറ്. എന്താണ് വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ? വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് എത്രത്തോളം സ്ഥലം നനച്ചിട്ടാണ് വെള്ളം ഒഴുകുന്നത്, അത്രേ ഉള്ളൂ. വാക്ക് പറയുന്ന പോലെ എത്ര സ്ഥലമാണ് വെറ്റായിട്ടിരിക്കുന്നത് വെള്ളം ഒഴുകുന്ന സമയത്ത്, അതാണ് വെറ്റഡ് ഏരിയ. ഇപ്പൊ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് F1 എന്ന് പറഞ്ഞാൽ അതൊരു ടോട്ടൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ക്യാപിറ്റൽ F1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സാണ് പറയുന്നത്. ഈ F' എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ. യൂണിറ്റ് വെറ്റഡ് ഏരിയ യൂണിറ്റ് വെലോസിറ്റിക്ക് എത്ര ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതാണ് F' എന്ന് പറയുന്നത്. സോ അതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. F1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയാണ്. ആ വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത HF, നമ്മുടെ വിഷയം, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. സോ ഇത്രയും ബേസിക് നൊട്ടേഷൻസ് വെച്ചാണ് നമ്മൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ പുതിയതായിട്ട് വരുന്നത് ഈ F1ഉം F' HF ആണ്. F1 നിങ്ങൾക്കറിയാം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന്റെ ടോട്ടൽ ഫോഴ്സ് ആണ്. F' എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. അതായത് അതിന്റെ ചെറിയ ക്വാണ്ടിറ്റി, F1ന്റെ ചെറിയ ക്വാണ്ടിറ്റി. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്ന പരിപാടിയില്ലേ, അപ്പൊ അതിന്റെ വേറൊരു ടൈപ്പ്. അപ്പൊ F' എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി ആണ്. HF എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കണ്ട ഫിഗർ, അതിന്റെ എല്ലാ ഡാറ്റയും ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ സാധാരണ ഇതുവരെയുള്ള ഡെറിവേഷൻ എല്ലാം തുടങ്ങിയത് എങ്ങനെയാ? നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബെർണൗളിസ് തിയറി എടുത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ബെർണൗളിസ് ഇക്വേഷൻ ബിറ്റ്വീൻ സെക്ഷൻ 1.1 ആൻഡ് സെക്ഷൻ 2.2. So you have your section 1.1 here, you have your section 2.2 here. You're going to apply the Bernoullis equation. എന്തായിരുന്നു Bernoullis equation? റിയൽ ഫ്ലൂയിഡ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ എഴുതിയ സാധനം P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2 plus പുതിയതായിട്ടുള്ള നമ്മുടെ ഹെഡ് ലോസ് അല്ലെ. ഇവിടെ ഫ്രിക്ഷൻ ആണുള്ളൂ, അപ്പോൾ ഫ്രിക്ഷൻ ഹെഡ് ലോസ് നമ്മൾ എഴുതുന്നു. ഓക്കെ, സോ ഇക്വേഷന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പ്ലസ് HF ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലോ ഡയറക്ഷൻ ആദ്യം നമുക്ക് അറിയാം. 1 തൊട്ട് 2 വരെയാണ്. 1 തൊട്ട് 2 വരുമ്പോൾ എവിടെയായിരിക്കും ഹെഡ് കൂടുതൽ? 1ൽ ഹെഡ് കൂടുതലായിരിക്കും, 2ൽ ഹെഡ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ലോസ് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? ഹെഡ് കുറഞ്ഞ സ്ഥലത്ത്. ഇപ്പൊ തിരിച്ചാണ്, 1ൽ ഹെഡ് കുറവും 2ൽ ഹെഡ് കൂടുതലും ആണെങ്കിൽ വെള്ളം എങ്ങനെയാ പോവുക? 2ൽ നിന്ന് 1ലോട്ടാണ് വെള്ളം ഒഴുകുക. 2 to 1 ആണ് വാട്ടർ ഫ്ലോ ചെയ്യുക. ആ സമയത്ത് ലോസ് എവിടെ ആഡ് ചെയ്യണം ഇക്വേഷന്റെ? 1ന്റെ സൈഡിൽ P1 by rho g plus V1 square by 2g plus Z1, അവിടെയാണ് ലോസ് ആഡ് ചെയ്യേണ്ടത്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കോ, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. So here flow takes from 1 to 2. So your Bernoullis equation is like this. ഇനി നമ്മൾ ആദ്യം ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, പൈപ്പ് ഈസ് യൂണിഫോം ആൻഡ് ഹൊറിസോണ്ടൽ. എന്താ അതിന്റെ റെലവൻസ്? പൈപ്പ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ, അതായത് എല്ലാ പോയിന്റ്സും ഡേറ്റത്തിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ അതിന്റെ ഡേറ്റം ഹെഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ഒരേ ഹൈറ്റിൽ നിന്നായിരിക്കും ഡേറ്റത്തിൽ നിന്ന്. സോ Z1 ഈസ് ഈക്വൽ ടു Z2. പിന്നെ പറഞ്ഞിരിക്കുന്നു യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോമിന്റെ അർത്ഥം ഏത് സെക്ഷൻ എടുത്താലും അതിന്റെ ഏരിയ സെയിം ആയിരിക്കും. ഏരിയ സെയിം ആണെങ്കിൽ as per continuity equation discharge will be also, velocity also same അല്ല. ഡിസ്ചാർജ് സെയിം ആണ്, അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ അതിൽ ഏരിയ സെയിം ആണ്. A1 V1 is equal to A2 V2 A1 is equal to A2 ആണെങ്കിൽ then V1 should be equal to V2 അല്ലെ. So if the pipe is uniform, V1 should be equal to
V2 is equal to V. So നമ്മൾ velocity V1 ഉം V2 ഉം കൂടെ ഒറ്റ വാക്കിൽ എഴുതുന്നു V. That is the velocity of flow through pipe. Okay. Now this is your conditions applied. Now Z1 ഉം Z2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, V1 ഉം V2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, രണ്ട് ഈക്വൽ ആണ്. So you cancel V1 square by 2G, V2 square by 2G. You cancel Z1, you cancel Z2. എന്നിട്ട് ഈക്വേഷൻ മാറ്റി എഴുതാം. What you get? P1 by rho G is equal to P2 by rho G plus our head loss due to friction. Okay. So ഈക്വേഷനിൽ നിന്ന് HF എഴുതിക്കൂടെ? HF എന്താണ്? P1 minus P2 by rho G അല്ലേ? P1 minus P2 by rho G ആണ് HF എന്ന് പറയുന്നത്. അല്ലെങ്കിൽ P1 minus P2 is equal to rho G HF. That is your equation 1. അപ്പൊ നമ്മൾ പറഞ്ഞു ഹെഡ് ലോസിന്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ തന്നെ ഹെഡ് ലോസിന്റെ ഇക്വേഷൻ ആയില്ലേ? ഇവിടെ നിർത്തിക്കൂടെ? പറ്റുമോ? ഇല്ല. ഇത് ബേസിക്സിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയൊരു റീഅറേഞ്ച്മെന്റ് മാത്രമാണ് അല്ലേ? P1 P2 റോ G നമ്മൾ ഇതുവരെ ഡിറൈവ് ചെയ്ത ഏതെങ്കിലും ഇക്വേഷനിൽ ഇങ്ങനെ ഉണ്ടോ? P1 ഉം P2 ഉം റോയും ജിയും ഒക്കെ ആദ്യത്തെ പ്രഷർ ഇക്വേഷൻസ് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഡിവൈസ് പറഞ്ഞ സമയത്തുണ്ടോ? ഇല്ല. എല്ലാം വെലോസിറ്റിന്റെ ടേംസിൽ അല്ലെങ്കിൽ ആ പൈപ്പിന്റെ ഡയമീറ്ററിന്റെ ടേംസിലൊക്കെയാണ് വരാറ് അല്ലേ? √2GH എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഒക്കെ ആവശ്യം. ഈ P1 ഉം P2 ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിനെ നമുക്ക് ഒഴിവാക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പ്രോസസ്സാണ്. സോ അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഇത്രേ ചെയ്തുള്ളൂ. ബെർണൗളിസ് തിയറം അപ്ലൈ ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ, ഏരിയ ഈസ് സെയിം. സോ Z1 Z2 ആണ്, V1 V2 ആണ്. സോ യു ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ലൈക്ക് ദിസ്. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? P1 minus P2 is equal to rho G HF. That is your equation 1. സോ നമുക്ക് HF-ന് വേറൊരു ഇക്വേഷൻ അല്ലെങ്കിൽ റോ ജി HF-ന് പുതിയൊരു ഇക്വേഷൻ കാണണം. എന്തിനാന്ന് വെച്ചാൽ ഈ P1-നും P2-നും എടുത്ത് കളയാലോ. സോ അതിന് നമ്മൾ എന്താ ചെയ്യാന്നാണ് അടുത്ത് കാണാൻ പോകുന്നത്. നോക്കാം. സോ ദിസ് ഈസ് യുവർ ഫിഗർ അഗെയിൻ. നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ ഒരു യൂണിവേഴ്സൽ ലോ ആണല്ലേ? ഏതെങ്കിലും ഒരു ബോഡി എടുത്താൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. So forces acting on the pipe ആദ്യം കാണാം. Equilibrium is related to forces acting on any body. So ഈ പൈപ്പിൽ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്? ഒന്നാമത്തെ ഫോഴ്സ് ഏതാ? യു ക്യാൻ സി പ്രഷർ P1 അല്ലേ? സോ P1 സെക്ഷൻ 1-ൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദർ വിൽ ബി എ പ്രഷർ ഫോഴ്സ് ആക്ടിങ് അല്ലെ? P1 പ്രഷർ കൊണ്ട് ദർ വിൽ ബി എ പ്രഷർ ഫോഴ്സ് ആക്ടിങ് അറ്റ് സെക്ഷൻ 1. സോ P1 പ്രഷർ ഇന്റൻസിറ്റി ആണ്. അതിനെ ഫോഴ്സ് ആക്കാൻ എന്താ ചെയ്യണ്ടേ? ഈ സെക്ഷൻ 1-ന്റെ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 is equal to പ്രഷർ ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ P1 ഇൻറ്റു A. അതുപോലെ എന്തുണ്ട്? സെക്ഷൻ 2-2-ല് P2 ഉണ്ട്, പ്രഷർ അറ്റ് സെക്ഷൻ 2. ആ പ്രഷറിനെ എങ്ങനെ പ്രഷർ ഫോഴ്സ് ആക്കാം? പ്രഷർ ഫോഴ്സ് 2 is equal to P2 ഇൻറ്റു ഏരിയ, പ്രഷർ ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ. നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടി. രണ്ട് പ്രഷർ ഫോഴ്സസ് ആണ്. ഒന്ന് സെക്ഷൻ 1-1-ല്, ഒന്ന് സെക്ഷൻ 2-2-ല്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞേ ഉള്ളൂ. സോ ഫ്ലൂയിഡ് ഫ്ലോസ്, വെൻ ദ ഫ്ലൂയിഡ് ഫ്ലോസ് there is a resistance acting in the opposite direction. That resistance is nothing but our third force acting, that is your frictional resistance F1. So frictional resistance F1 ആണ്. F1-ന് നമുക്കൊരു ഇക്വേഷൻ വേണം അല്ലേ? സോ F1-ന് ഇക്വേഷന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാരാമീറ്റർ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചു. അതെന്തായിരുന്നു? F ഡാഷ്. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. F ഡാഷ് എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. സോ അതിനെ നമ്മൾ ചെറുതാക്കിയ ക്വാണ്ടിറ്റിയാണ്. ഒരു യൂണിറ്റ് ഏരിയക്ക് യൂണിറ്റ് വെലോസിറ്റിക്ക് അത്രയാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടലിൽ എത്രയായിരിക്കും? ആ വെലോസിറ്റിയും വെറ്റഡ് ഏരിയയും വെച്ചിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അതെ, നമുക്ക് നോക്കാം. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് F1 is equal to F dash into wetted area into velocity square. Okay, so F dash wetted area velocity square. F dash എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. ഓക്കെ, വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ, ലിക്വിഡ് ഒഴുകുന്ന സമയത്ത് എത്രത്തോളം ഏരിയ വെറ്റ് ആയിട്ടുണ്ട്, അതാണ് വെറ്റഡ് ഏരിയ. സോ ആ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു സിലിണ്ട്രിക്കൽ പൈപ്പാണ് അല്ലെ? സിലിണ്ട്രിക്കൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ സർക്കിൾ ആണ്. സർക്കിളിന്റെ എത്ര ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്? വെള്ളം കവർ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ഈ ലെങ്ത് എല്ലിൽ വെള്ളം ഒഴുകുന്നുണ്ട് അല്ലെ? 1 തൊട്ട് 2 വരെ ലെങ്ത് എല്ലിൽ വാട്ടർ ഒഴുകുന്നുണ്ട്. സോ ദിസ് മച്ച് ഏരിയ ഈസ് വെറ്റഡ്.
ഇത് സർക്കുലർ ഷേപ്പാണ്. ഇപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എൽ ഇൻറ്റു ഡി അതാണ് ഏരിയ, അത്രയും ഏരിയ കവർ ചെയ്യുന്നു എന്ന് പറയാം. പക്ഷെ ഇതൊരു സർക്കുലർ ഷേപ്പാണ്, ആ സർക്കിൾ മൊത്തത്തിൽ നനയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് ചെയ്യണം. സോ സർക്കിളിന്റെ പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്. ആ വെള്ളം ഇതിലേക്കൂടെ കവർ ചെയ്യുന്നു നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഇതൊരു പൈപ്പാണ് അല്ലെ, ഒരു സർക്കുലാർ പൈപ്പാണ്. അപ്പൊ സർക്കുലാർ ഏരിയ മൊത്തത്തിൽ ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കുലാർ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്. ഓക്കെ, സോ യു ഹാവ് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു പൈ ഡി എൽ ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയർ വെലോസിറ്റി സ്ക്വയർ ആണ്, പൈ ഡി എൽ ഈസ് ദ വെറ്റഡ് ഏരിയ. സോ പൈ ഇൻറ്റു ഡി അതാണ് പെരിമീറ്റർ, പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് അതാണ് ഏരിയ. സോ യു ഹാവ് യുവർ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് F1 is equal to F dash into pi dl into v square. ഓക്കെ, നമുക്ക് ഫോഴ്സസ് കിട്ടി. ഇനി ഇക്വിലിബ്രിയത്തിൽ അവരെന്താ, റൈറ്റ് വേർഡ് ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു ലെഫ്റ്റ് വേർഡ് ഫോഴ്സസ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സസ് ഈക്വൽ ആയിരിക്കണം. സോ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്താ, ഫ്ലോ ഡയറക്ഷനിൽ നമുക്ക് ആകെ കൂടെ ഒറ്റ ഫോഴ്സേ ഉള്ളൂ, അതേതാണ്, P1 കൊണ്ടുണ്ടാവുന്ന പ്രഷർ ഫോഴ്സ്. ഫ്ലോ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്തൊക്കെയുണ്ട്, പ്രഷർ ഫോഴ്സ് ഡ്യൂ ടു അതുപോലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും ഉണ്ട്. നമുക്ക് ഇക്വേഷൻ എഴുതാം. ഫോർ ഇക്വിലിബ്രിയം, ഇക്വേഷൻ എ, അതായത് പ്രഷർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ 1 ഈസ് ഈക്വൽ ടു പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2 പ്ലസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ബി പ്ലസ് ഇക്വേഷൻ സി. ഇത് ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ P1A ഈസ് ഈക്വൽ ടു P2A പ്ലസ് എഫ് ഡാഷ് പൈ എൽ ഡി വി സ്ക്വയർ. P1A ഈസ് ഈക്വൽ ടു P2A ഇൻറ്റു എഫ് ഡാഷ് പൈ എൽ ഡി വി സ്ക്വയർ. നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. P1 മൈനസ് P2 ഇൻറ്റു എ, ഇതിന് ഇങ്ങോട്ട് എടുത്തു, ഏരിയനെ കോമൺ ആയിട്ട് എടുക്കുന്നു. സോ P1 മൈനസ് P2 ഇൻറ്റു ഏരിയ എ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ എൽ ഡി ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, നൗ P1 മൈനസ് P2, ഇതിനകത്ത് P1 മൈനസ് P2 എങ്ങനെ എഴുതാം, എഫ് ഡാഷ് പൈ എൽ ഡി ഇൻറ്റു വി സ്ക്വയർ ബൈ എ. നമ്മൾ നേരത്തെ P1 മൈനസ് P2 ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. സോ അത് നമ്മൾ ഒഴിവാക്കാൻ, P1 ഉം P2 ഒഴിവാക്കാനാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തത്, ഇക്വിലിബ്രിയം എടുത്തത്. സോ ഇക്വിലിബ്രിയം എടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ എൽ ഡി ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ദാറ്റ് ഈസ് യുവർ ഇക്വേഷൻ 2. സോ യു ഹാവ് യുവർ ഇക്വേഷൻ 1, P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എഫ്. അഗൈൻ ഇൻ ഇക്വേഷൻ 2, എഫ് ഡാഷ് പൈ എൽ ഡി ഇൻറ്റു വി സ്ക്വയർ ബൈ എ. രണ്ട് സെയിം ആണല്ലേ, രണ്ടിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, P1 മൈനസ് P2 ആണ്. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തൂടെ. സോ യു ക്യാൻ റൈറ്റ് റോ ജി എച്ച് എഫ്, അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത്. നമ്മുടെ ഹൊറിസോണ്ടൽ കണ്ടീഷനും വെലോസിറ്റി കണ്ടീഷനും അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് റോ ജി എച്ച് എഫ് ഈസ് ഇക്വൽ ടു P1 മൈനസ് P2. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എവിടുന്ന, ഫോഴ്സസ് ഇക്വേറ്റ് ചെയ്ത് ഇക്വിലിബ്രിയം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടി P1 മൈനസ് P2 ഈസ് ഇക്വൽ ടു എഫ് ഡാഷ് പൈ എൽ ഡി വി സ്ക്വയർ ബൈ എ. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. സോ യു ഹാവ് റോ ജി എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് പൈ എൽ ഡി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, നൗ ഇതിലെ ഏരിയയ്ക്ക് പകരം നമ്മൾ സർക്കുലർ പൈപ്പാണ് അല്ലേ. സോ യു ക്യാൻ റൈറ്റ് പൈ ബൈ 4 ഡി സ്ക്വയർ. സോ ഏരിയയ്ക്ക് പകരം നമ്മൾ പൈ ബൈ 4 ഡി സ്ക്വയർ എന്ന് എടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. സോ ഈ ഏരിയയ്ക്ക് പകരം അവിടെ നമ്മൾ എന്ത് കൊടുത്തു, പൈ ബൈ 4 ഡി സ്ക്വയർ. സോ ഈ പൈയും കട്ടായി പോവും, ഒരു ഡി മേലേന്നും ഒരു ഡി താഴേന്നും പോവും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഇതിൽ എഴുതിയിട്ടൊരു എ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഏരിയ ഓഫ് പൈപ്പാണ്. നമ്മൾ സർക്കുലർ പൈപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏരിയ എത്രയാണ്, പൈ ബൈ 4 ഡി സ്ക്വയർ. സോ ഏരിയയ്ക്ക് പകരം പൈ ബൈ 4 ഡി സ്ക്വയർ എടുത്തു, പൈയും വെട്ടിപ്പോയി, ഡിയും വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ട്, റോ ജി എച്ച് എഫ് ഇസ് ഈക്വൽ ടു 4 എഫ് ഡാഷ് എൽ വി സ്ക്വയർ ബൈ ഡി. ഓക്കെ, നൗ ഫ്രം ദിസ് ഹെഡ് ലോസ് എച്ച് എഫ് അല്ലെ, നമുക്ക് വേണ്ടത് ഹെഡ് ലോസ് ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രിക്ഷൻ ലോസ് എച്ച് എഫ് ഇസ് ഈക്വൽ ടു റോ ജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ യു ഹാവ് 4 എഫ് ഡാഷ് എൽ വി സ്ക്വയർ ബൈ റോ ജി ഡി. ഇക്വേഷൻ റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നിന്ന് റോ ജിനെ താഴോട്ട് എടുത്തു. സോ യു ഹാവ് 4 എഫ് ഡാഷ് എൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി ഡി. ഇത് നമ്മൾ പുതിയൊരു ഫാക്ടർ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പോകും. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. ഇനി ആ ഒരു ടേമിനെ മാറ്റി നമ്മൾ പുതിയൊരു കോഎഫിഷ്യന്റ് കൊണ്ടുവരുവാണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നമ്മുടെ
ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷനിൽ നമുക്ക് വരുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ കോഎഫിഷ്യൻസ് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ റോഡിൽ കൂടെ വണ്ടി പോകുന്ന സമയത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷൻ വാല്യൂ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ ഒരു ഫ്രിക്ഷൻ വാല്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ പൈപ്പ് ഫ്ലോയിൽ വെള്ളം പൈപ്പിൽ കൂടെ ഒഴുകുന്ന സമയത്ത് അതിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് വാല്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എഫും നമ്മുടെ എഫ് ഡാഷും തമ്മിൽ ഒരു റിലേഷൻ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആ റിലേഷൻ എന്താന്ന് വെച്ചാൽ F is equal to 2 times F dash by rho. So your coefficient of friction F is equal to 2 times your frictional resistance per unit wetted area per unit velocity divided by density of liquid. So F is equal to 2 F dash by rho എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഇക്വേഷൻ നോക്കിക്കേ, എഫ് ഡാഷ് ബൈ റോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, അതിനെ നമുക്ക് ഒഴിവാക്കണം. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? എഫ് ബൈ 2 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ബൈ റോ. നമ്മുടെ ഉദ്ദേശം ഈ എഫ് ഡാഷിന്റെ അടുത്ത് പുറത്ത് കളഞ്ഞിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ കൊണ്ടുവരലാണ്. എഫ് ഈസ് ഈക്വൽ ടു 2 എഫ് ഡാഷ് ബൈ റോ. അതാണ് രണ്ട് തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ഒരു എഫ് ഡാഷ് ബൈ റോ ഉണ്ട്, ഇക്വേഷനിൽ എഫ് ഡാഷ് ബൈ റോ ഉണ്ട്. സോ എഫ് ഡാഷ് ബൈ റോയ്ക്ക് പകരം എന്ത് എഴുതാം? എഫ് ബൈ 2 എന്ന് എഴുതാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 5 in equation 4. You will get your Darcy-Weisbach equation. 4FL V square by 2 GD. So head loss due to friction by Darcy-Weisbach equation is 4FL V square by 2 GD. നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സോ ഡെറിവേഷൻ പഠിക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. HF is equal to 4FL V square by 2 GD. ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ 4 മേനുണ്ട് 2 ഉണ്ട്, രണ്ടും കൂടി ക്യാൻസൽ ചെയ്തൂടെ? ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ 4F പകരം ഇവിടെ എഫ് എന്ന് എഴുതിയിട്ട് FL V square by 2 GD എന്ന് എഴുതാറുണ്ട്. ഓക്കെ, ആ 4 പകരം FL V square by 2 GD എന്ന് എഴുതാറുണ്ട്. ഈ 4F എന്ന് പറയുന്നതിന് നമ്മൾ വേറൊരു ഫാക്ടർ ആയിട്ട് മാറ്റും, ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയും. അത് ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ റെഫർ ചെയ്യാറുണ്ട്. ഫ്രിക്ഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു 4 times കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അങ്ങനെ വന്നാലാണ് FL V square by 2 GD എന്ന് വരിക. നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്, 4FL V square by 2 GD. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു. L is the length of pipe between section 1 to 2 അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെങ്ത് ഓഫ് ഫ്ലോ, അതാണ് L. V എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ. G നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. D എന്താണ്? ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. അപ്പൊ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നുള്ളൂ. V വെലോസിറ്റി ഓഫ് ഫ്ലോ, G ആക്സിലറേഷൻ, D ഡയമീറ്റർ ഓഫ് പൈപ്പ്. പുതിയതായിട്ട് എന്താ ഉള്ളത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ യൂഷ്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇത്രയായിരിക്കും. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ഒരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഉണ്ട് ഫ്ലോയിനെ റെപ്രസെന്റ് ചെയ്യാൻ. അതിന്റെ പേരാണ് എന്ത്? റെയ്നോൾഡ്സ് നമ്പർ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് റെയ്നോൾഡ്സ് നമ്പർ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു നമ്പറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ നമ്പറിന് ഇവിടെ റെലവൻസ് ഉണ്ട്, കാരണം ഈ എഫ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് റെയ്നോൾഡ്സ് നമ്പർ വെച്ചാൽ. റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കാണും. ഈ റെയ്നോൾഡ്സ് നമ്പർ 2000 കുറവാണെങ്കിൽ, ഇപ്പൊ പൈപ്പ് ഫ്ലോയിൽ അത് ലാമിനാർ ഫ്ലോ ആണെന്ന് നമ്മൾ പറയും. ഇഫ് RE is less than 2000, if Reynolds number is less than 2000, your coefficient of friction value F is equal to 16 by RE. So 16 by RE ആണ് നിങ്ങളുടെ coefficient of friction. If RE is greater than 4000 to 10 raised to 6, then F is equal to 0.079 divided by RE raised to 1 by 4. So coefficient of friction നമ്മൾ രണ്ട് ഡിഫറെന്റ് ഇക്വേഷൻസ് എഴുതി ബേസ്ഡ് ഓൺ റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, ഇനി റെയ്നോൾഡ്സ് നമ്പർ കാണണം അല്ലേ? ഇപ്പൊ എഫ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, 16 by RE ആൻഡ് 0.07 by RE raised to 1 by 4. പക്ഷെ അവിടെ എന്തറിയണം? റെയ്നോൾഡ്സ് നമ്പർ അറിയണം. റെയ്നോൾഡ്സ് നമ്പർ എത്രയാ? ഇക്വേഷൻ ഓർക്കുന്നുണ്ടാ? റോ വി ഡി ബൈ മ്യൂ. റോ വി ഡി ബൈ മ്യൂ അല്ലെങ്കിൽ വി ഡി ബൈ ന്യൂ. ഇങ്ങനെയാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അഥവാ തന്നില്ലെങ്കിൽ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ വേണം. റെയ്നോൾഡ്സ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? റോ വി ഡി ബൈ മ്യൂ അല്ലെങ്കിൽ വി ഡി ബൈ
ന്യൂ. ഇതിൽ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, നിങ്ങൾക്കറിയാം. മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി, ന്യൂ എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി. ഇത് രണ്ടും നമ്മൾ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ക്ലാസ് ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി, എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി, എന്താണ് റെയ്നോൾഡ്സ് നമ്പർ എന്നൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാം. റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ട് ഫ്രിക്ഷൻ ഫാക്ടറും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും കണ്ടുപിടിക്കാം. ഡൈനാമിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പോയിസ് ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്സ് ആണ്. സോ ദിസ് ഈസ് ദ സമ്മറി ഓഫ് Darcy-Weisbach ഇക്വേഷൻ. സോ യുവർ ഹെഡ് ലോസ് ഈസ് 4FLV²/2GD. അതിൽ എഫ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ഉപയോഗിക്കാം. With this, we are concluding Darcy-Weisbach equation derivation portion. Next, we are moving to the next equation, that is Chassis equation. So, അടുത്തത് ചെസീസ് ഫോർമുല. ചെസീസ് ഫോർമുലയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ. ഡെറിവേഷന്റെ ഫസ്റ്റ് പാർട്ട് സിമിലർ ആണ്. എവിടെ വരെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള യൂണിഫോം പൈപ്പ് എടുക്കുന്നു. അവിടെ നമ്മൾ പറഞ്ഞ ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. P1 P2 ഉണ്ട്, നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ട്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം കൺസിഡർ ചെയ്യുന്നു. ഫ്ലോ ഡയറക്ഷൻ ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡാർസീസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സമയത്തുള്ള ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമ്മൾ അതേപോലെ എടുക്കുന്നു. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഈ യൂണിഫോം പൈപ്പ് അതുപോലെ ഹൊറിസോണ്ടൽ പൈപ്പ്, ഈ രണ്ട് ഇക്വേഷൻസ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ρg/hf എന്നുള്ള ഇക്വേഷൻ. ഇതായിരുന്നു നിങ്ങളുടെ ഇക്വേഷൻ 1. നമ്മുടെ കഴിഞ്ഞ ഡെറിവേഷനുള്ള കാര്യമാണ് പറയുന്നത്. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ρg/hf. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സസ് ഒക്കെ അപ്ലൈ ചെയ്തു അല്ലെ. ഇക്വിലിബ്രിയം എടുത്തിട്ട് പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1, പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2, അതുപോലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, ഇത് മൂന്നും എടുത്തിട്ട് നമ്മൾ വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് യുവർ ഇക്വേഷൻ 2. അതെന്തായിരുന്നു? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ എൽ ഡി ഇൻറ്റു V²/A. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? P1ഉം P2ഉം സെയിം ആയതുകൊണ്ട് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്തു അല്ലെ. ρg/hf ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ ഡി ഇൻറ്റു എൽ ഇൻറ്റു V²/A. ഇക്വേഷൻ 3. കഴിഞ്ഞ ഡെറിവേഷനിലെ ഈ സ്റ്റെപ്പ് വരെ ഇവിടെയും സെയിം ആണ്. മനസ്സിലായല്ലോ? ചെസീസ് ഫോർമുല ഡിറൈവ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് പഠിച്ച ഡെറിവേഷന്റെ ഇക്വേഷൻ 3 വരെയുള്ള സ്റ്റെപ്സ് സിമിലർ ആണ്. നമ്മൾ കൺസിഡർ ചെയ്ത കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുക, കൺസിഡർ ചെയ്ത് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ വരെ എത്തിക്കുക. ഇപ്പൊ ഈ ചെസീസ് ഫോർമുല ഡെറിവേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ചോദിക്കുന്നെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പിലെ വ്യത്യാസം വരാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പൈ ഡി എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ടോ? പൈ ഡി ഇതെന്താണ്? ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു എന്താണ് പൈ ഡി എന്ന് പറഞ്ഞാൽ. പൈ ഡി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ് അല്ലെ. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ ആണ് 2πr അല്ലെങ്കിൽ പൈ ഡി എന്ന് പറഞ്ഞാൽ. ഇവിടെ വെറ്റഡ് പെരിമീറ്റർ ആണ്. വെള്ളം ഒഴുകുന്ന സമയത്ത് എത്ര പെരിമീറ്റർ ആണ് വെറ്റായിട്ടിരിക്കുന്നത് അതാണ് പൈ ഡി. അതിനെ എൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെറ്റഡ് ഏരിയ കിട്ടും. സോ പൈ ഡി ഈസ് നത്തിങ് ബട്ട് യുവർ വെറ്റഡ് പെരിമീറ്റർ. ഈ വെറ്റഡ് പെരിമീറ്ററും വെറ്റഡ് ഏരിയയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. HF ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പൈ ഡിക്ക് പകരം ഞാൻ പി എന്ന് എഴുതുന്നു. എഫ് ഡാഷ് ഇൻറ്റു പി ഇൻറ്റു എൽ ഇൻറ്റു V²/A ഇൻറ്റു ρg. HFനെ നമ്മൾ ഇക്വേഷൻ എഴുതി. പൈ ഡിനെ മാറ്റുന്നതിന് പകരം നമ്മൾ പൈ ഡിക്ക് പകരം വെറ്റഡ് പെരിമീറ്റർ എന്ന് തന്നെ എഴുതി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ ടേം. പുതിയതായിട്ട് നമ്മളൊരു ടേം പഠിക്കുന്നു. അത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓപ്പൺ ചാനലിൽ പഠിക്കാനുണ്ട്. ഓപ്പൺ ചാനലിൽ കുറെ കാൽക്കുലേഷനിൽ വരുന്ന കാര്യമാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ഫ്ലോ ടു ദ വെറ്റഡ് പെരിമീറ്റർ. സോ ഏരിയ എ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ പി. A/P ആണ് എന്ത്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഇത് ഓർമ്മയിൽ വെക്കുക. എം എന്നാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്തിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുക. ദാറ്റ് എം ഈസ് ഈക്വൽ ടു A/P. ഓക്കെ, ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? എം ഈസ് ഈക്വൽ ടു A/P. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ 4 ഇതായിരുന്നു.
എഫ് ഡാഷ് ഇൻറ്റു പി ഇൻറ്റു എൽ വി സ്ക്വയർ ബൈ എ റോ ജി. ഇതെല്ലാം മേലെ ഒരു പി ഉണ്ട്, നമ്മുടെ വെറ്റഡ് പെരിമീറ്റർ ഉണ്ട്, താഴെ ഏരിയ ഉണ്ട് അല്ലേ, പിയും എയും ഉണ്ട്. ജസ്റ്റ് നൗ നമ്മൾ പുതിയൊരു ഫാക്ടർ പഠിച്ചു, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അതെന്തായിരുന്നു? ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഇവിടെ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് പി ബൈ എക്ക് പകരം എന്തെഴുതാം? 1/m എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? സോ എം എന്ന് പറഞ്ഞാൽ എ ബൈ പി ആണ്. സോ പി ബൈ എ ഈസ് നത്തിങ് ബട്ട് 1/m. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വിൽ ബി യുവർ ഇക്വേഷൻ? എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എൽ വി സ്ക്വയർ ബൈ എം റോ ജി. പി ബൈ എക്ക് പകരം നമ്മൾ 1/m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ ഇതിനകത്ത് നമ്മൾ വെലോസിറ്റിക്ക് ഇക്വേഷൻ എഴുതുന്നു. വി സ്ക്വയർ, വെലോസിറ്റിനെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ള സാധനങ്ങൾ അപ്പുറത്തോട്ട് വിടുക. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു റോ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഇൻറ്റു എൽ ഇൻറ്റു എച്ച് എഫ്. ഓക്കെ, സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം റോ ജി ബൈ എഫ് ഡാഷ് എൽ ഇൻറ്റു എച്ച് എഫ്. ഫ്രം ദാറ്റ് velocity of flow V through this pipe is equal to what? Rho g by f dash. ഇതിന്റെ റൂട്ട് ഇടുക അല്ലേ, റോ ജി ബൈ എഫ് ഡാഷ് ഇൻറ്റു എം ഇൻറ്റു എച്ച് എഫ് ബൈ എൽ. ഇതേ ഇക്വേഷൻ തന്നെയാണ്, നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്തേ ഉള്ളൂ, നമുക്കൊരു ആവശ്യമുണ്ട് അതുകൊണ്ട്. സോ റോ ജി ബൈ എഫ് ഡാഷിന് ഞാനൊരു ടേം ആയിട്ട് എടുത്തു, എമ്മിന് ഒറ്റയ്ക്ക് അവിടെ നിർത്തി, എന്നിട്ട് എച്ച് എഫ് ബൈ എല്ലിനെ ഇപ്പുറത്തോട്ട് എടുത്തു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ചെയ്തത് ഇക്വേഷൻ 3 വരെ നമ്മൾ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വിലിബ്രിയം ഇക്വേഷൻ വരെ സെയിം ആയിട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ വെറ്റഡ് പെരിമീറ്റർ ബൈ ഏരിയ എന്നുള്ളതിന് 1/m എന്ന് എടുക്കുന്നു. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. എന്നിട്ട് ആ ഇക്വേഷനെ മാറ്റി എഴുതി, ഇവിടെ ഹെഡ് ലോസിന് പകരം വെലോസിറ്റിക് ഇക്വേഷൻ എഴുതി. വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് കിട്ടി റോ ജി ബൈ എഫ് ഡാഷ് ഇൻറ്റു എം ഇൻറ്റു എച്ച് എഫ് ബൈ എൽ. ഓക്കെ, ഇതിലെ ഇക്വേഷൻ 5 ആണിത്. ഈ ഇക്വേഷൻ 5-ലെ റോ ജി ബൈ എഫ് ഡാഷ് റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് റോ ജി ബൈ എഫ് ഡാഷ് എന്നുള്ളതിനെ നമ്മൾ പുതിയൊരു പേര് വിളിക്കുന്നു ചെസീസ് കോൺസ്റ്റന്റ് സി. ചെസീസ് കോൺസ്റ്റന്റ് സി ഈസ് റൂട്ട് ഓഫ് റോ ജി ബൈ എഫ് ഡാഷ്. ഇനി എച്ച് എഫ് ബൈ എൽ എന്ന് വെച്ചാൽ ഹെഡ് ബൈ ലെങ്ത് ആണ് അല്ലേ, ദാറ്റ് ഈസ് ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് നോൺ ആസ് ഐ. എച്ച് എഫ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് റെപ്രസെന്റഡ് ബൈ ഐ which is equal to hf by l. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിനാണ് ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്തതെന്ന്. ഇപ്പൊ റോ ജി ബൈ എഫ് ഡാഷ് റൂട്ടിനെ നമ്മൾ ചെസീസ് കോൺസ്റ്റന്റ് സി എന്ന് വിളിക്കുന്നു. എച്ച് എഫ് ബൈ എൽ എന്നുള്ളതിന് ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സി ആൻഡ് ഐ റെസ്പെക്റ്റീവ്ലി. ഇനി ഈ സിയും ഐയും എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ടാൽ ദാറ്റ് ഈസ് യുവർ ചെസീസ് ഫോർമുല. സോ യുവർ ചെസീസ് ഫോർമുല ഫോർ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ പൈപ്പ് ഈസ് ഈക്വൽ ടു സി റൂട്ട് എം ഐ. ഇവിടെ എച്ച് എഫ് അല്ല ആക്ച്വലി നമുക്ക് ഇക്വേഷനിൽ കിട്ടുന്നത്, വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദാറ്റ് പൈപ്പ് ആണ്, ബട്ട് വിത്ത് കൺസിഡറേഷൻ ഓഫ് ഹെഡ് ലോസ്. എത്രയാണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു സി റൂട്ട് എം ഐ. സോ ദ ചെസീസ് ഫോർമുല ഈസ് വെലോസിറ്റി ഓഫ് ഫ്ലോ വി ഈസ് ഈക്വൽ ടു സി റൂട്ട് എം ഐ. സി ഈസ് ഈക്വൽ ടു ചെസീസ് കോൺസ്റ്റന്റ്, എം ഈസ് ദ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഐ ഈസ് ദ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതൊക്കെ പുതിയ ടേംസ് ആണ്. ഇപ്പൊ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. സോ ചെസീസ് കോൺസ്റ്റന്റ്, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിൽ ചെസീസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് എം വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടുത്തെ എം എന്ന് പറഞ്ഞാൽ എ ബൈ പി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു തരും. ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, നൗ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് ഐ ഈസ് ഈക്വൽ ടു എച്ച് എഫ് ബൈ എൽ, കഴിഞ്ഞ സ്ലൈഡിലുണ്ട് അല്ലേ. ഇനി ഇതിൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പൈപ്പ് ആണ്, പി എന്ന് പറഞ്ഞാൽ വെറ്റഡ് പെരിമീറ്റർ ഓഫ് ദ പൈപ്പ് ആണ്, എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, ഇനി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് നമ്മളൊരു സർക്കുലർ പൈപ്പിന്റെ ജനറൽ കേസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം പൈപ്പ് യൂഷ്വലി സർക്കുലർ ഷേപ്പ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ഈ എ ബൈ പി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമില്ല, ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ഇപ്പൊ ചെയ്യുന്നു. ഇപ്പൊ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. പൈപ്പിന്റെ ഏരിയ എന്താ? പൈ ബൈ 4 ഡി സ്ക്വയർ. പൈപ്പിന്റെ പെരിമീറ്റർ എന്താ? പൈ ഡി. ഏരിയ പൈ ബൈ 4 ഡി സ്ക്വയർ ആണ്, പെരിമീറ്റർ പൈ ഡി ആണ്. സോ വാട്ട് വിൽ ബി യുവർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്? പൈ ബൈ 4 ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഡി അല്ലേ. സോ ഫോർ എ സർക്കുലർ പൈപ്പ് യു ക്യാൻ ഓൾവേസ് ടേക്ക് എം ഈസ് ഈക്വൽ ടു ഡി ബൈ 4. അപ്പൊ നമ്മുടെ വെലോസിറ്റി ഇക്വേഷൻ സി റൂട്ട് എം ഐ ആണ്. അതിൽ ചെസീസ് കോൺസ്റ്റന്റ് സി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. എം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തന്നിട്ടില്ലെങ്കിൽ എ ബൈ പി വെച്ച് കണ്ടുപിടിക്കണം.
ആ എ ബൈ പി എന്ന് പറയുന്നത് എന്താണ്? D/4 ആണ്. ഒരു സർക്കുലർ പൈപ്പ് ആണെങ്കിൽ M is equal to D/4. ഇത് ബാക്കിയുള്ളത് I ആണല്ലേ. I is nothing but HF/L. സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിവിടെ ഹെഡ് ലോസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഹെഡ് ലോസ് ആണ് കണ്ടുപിടിക്കേണ്ട വാല്യൂ. അപ്പൊ ആ പൈപ്പിലേക്കൂടെയുള്ള വെലോസിറ്റി V ആണെന്ന് നിങ്ങൾക്കറിയാം. ചെസീസ് കോൺസ്റ്റന്റ് C നിങ്ങൾക്കറിയാം. M എന്ന് പറയുന്നത് D/4 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നമുക്ക് അറിയാത്തത് എന്തേ ഉള്ളൂ? I ഉള്ളൂ. സോ വെലോസിറ്റി അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് I. I ഈസ് നത്തിങ് ബട്ട് ഹെഡ് ലോസ് പെർ ലെങ്ത്. ഹെഡ് ലോസ് പെർ ലെങ്ത് പറഞ്ഞാൽ ആ ഐനെ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കിട്ടും. മനസ്സിലായല്ലോ അല്ലെ? I ആണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുക. ആ I എന്ന് പറഞ്ഞാൽ HF/L ആണ്. HF ആണ് നമുക്ക് വേണ്ടത്. സോ I into L ചെയ്യാം. യു ക്യാൻ ഫൈൻഡ് frictional head loss HF by knowing velocity and Chassis constant. അല്ലെ? സോ ചെസീസ് ഫോർമുലയിൽ നിന്ന് വെലോസിറ്റിയും ചെസീസ് കോൺസ്റ്റന്റും നമുക്ക് അറിയാമെങ്കിൽ എമ്മിന്റെ വാല്യൂ D/4 ആണ്. നമുക്ക് I കിട്ടുന്നു. I എന്ന് പറഞ്ഞാൽ HF/L ആണ്. അതിൽ നിന്ന് നമുക്ക് HF കിട്ടുന്നു. ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഹെഡ് ലോസ്. സോ ഈ രണ്ട് ഇക്വേഷൻ, ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷനും ചെസീസ് ഫോർമുലയും ബൈ ഹാർട്ട് പഠിക്കുക നമുക്ക് വളരെ ആവശ്യമുള്ള, ഹൈഡ്രോളിക്സിലും സിവിൽ എഞ്ചിനീയറിംഗിനും വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഇത് രണ്ടും മെമ്മറൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ രണ്ട് ഫോർമുലാസ് വെച്ചിട്ട് ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യും. ടിൽ ദെൻ ബൈ. താങ്ക് യു. എനിക്കറിയാം ഈ രണ്ട് ഇക്വേഷനും കുറച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഫോർവേഡ് അല്ല, കുറച്ച് പുതിയ ടേംസ് ഒക്കെ ഇടയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. പെട്ടെന്നാണ് നമുക്ക് പുതിയതായിട്ടാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നൊരു വാക്ക് കേൾക്കുന്നത്. അതുപോലെ I, HF/L എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ F, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഇങ്ങനെ ഒരുപാട് പുതിയ ടേംസ് വന്നിട്ടുണ്ട്. ആ ടേംസ് ഒക്കെ വരുന്നത് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കുക. ഡെറിവേഷൻ പഠിക്കുക. ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. വി വിൽ ഡു ദ പ്രോബ്ലംസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.